എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തതാണ് പ്രൂണിങ്ങും ഗ്രാഫ്റ്റിങ്ങും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പ്രൂണിങ് തന്നെയാണ്. കുറച്ചുകൂടി ചെടികൾ നമുക്ക് പ്രൂൺ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു 3 ചെടികളും പ്രൂൺ ചെയ്യാനുണ്ട്. നോർമൽ പ്രൂണിങ് ആണ്. ഇതൊന്ന് ഹാർഡ് പ്രൂണിങ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എന്താണെന്ന് അറിയില്ല, നോക്കാം. നമുക്ക് ആദ്യം തന്നെ നല്ലൊരു ഷാർപ്പായിട്ടുള്ള ബ്ലേഡ്, പുതിയ ബ്ലേഡായിരിക്കും നല്ലത്. ആവശ്യമുള്ള പിന്നെ ഫംഗിസൈഡും ബ്ലേഡും നമ്മുടെ ചെടികൾ. ഇതൊരു സിംഗിൾ പെറ്റിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ചെടിയാണ്. ഞാനിതിൻ്റെ ഇവിടുന്നാണ് ഇങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെമ്മുണ്ട്, ഇത് ഇവിടെ നിന്ന് പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇത് പിന്നെ 3 ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ആ 3 ബ്രാഞ്ചിൽ നിന്ന് പിന്നെയും 3 ബ്രാഞ്ച് വന്നേക്കുക. ഇതിലൊരു ബ്രാഞ്ചിൽ 2 ബ്രാഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സിംഗിളായിട്ട് സംഭവമുണ്ട്, ഇത് പ്രൂൺ ചെയ്യാനായിട്ടില്ല. ഇതും നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഉടനെ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഭംഗിയുണ്ട്. നോർമൽ പ്രൂണിങ്. ഈ ചെടി പ്രൂൺ ചെയ്യാം. ഞങ്ങൾക്ക് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണം. നമുക്ക് ഹാർഡ് പ്രൂണിങ് ചെയ്യാം. കാരണം വെച്ചാൽ ഞാൻ ആ കമ്പി ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഹാർഡ് പ്രൂണിങ് ചെയ്ത് ജസ്റ്റ് ഇതിൽ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുക. രണ്ട് ചെടി ഇതാണ് ചെയ്യാനുള്ളത്. അത് കുറച്ച് ദിവസം മുന്നേ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ച് പ്രൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷെ അന്ന് ഇതിലൊക്കെ ഫ്ലവറുണ്ട്. അപ്പോൾ ഈ ഫ്ലവറിങ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് പ്രൂൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് പ്രൂൺ ചെയ്യാം. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ മുളകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സാധനം ചട്ടി നമുക്ക് ഇത് റീപോർട്ട് ചെയ്യണം. പക്ഷെ ഇതിൻ്റെ ചട്ടിയൊക്കെ ഉണ്ട്, ഇത് കംപ്ലീറ്റ് ഡാമേജ് ആയി. പിന്നെ റീപോർട്ട് ചെയ്യണം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത്തിരി മുളകളൊക്കെ വന്നിട്ട് നമുക്ക് റീപോർട്ട് ചെയ്യാം. ഇതൊരു സംശയമുണ്ട്, ഇതിലൊരു വിത്ത് വരുന്നുണ്ടെന്നുള്ളത്. സീഡ് പോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളതാണ് എനിക്കൊരു കൺഫ്യൂഷൻ. എന്ത് ചെയ്യണം? അല്ല, നമുക്കിത് പ്രൂൺ ചെയ്യാം. സീഡ് പോഡ് നമുക്ക് വേറെ ഉണ്ട് കുറച്ച്. നമുക്ക് ഞാൻ 2 ചെറിയ ബ്രാഞ്ച് കൂടെ നിർത്തിയിട്ടുണ്ട്. കാരണം അത് കട്ട് ചെയ്യാറായിട്ടില്ല, അങ്ങനെയുള്ളൊരു സൈസ് ആയിട്ടില്ല. പിന്നെ അതിൻ്റെ താഴെ വെച്ചിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്യണം. ഇത് വേണ്ട. പിന്നെ പിന്നെ അത് ചെയ്യേണ്ടി വരും. ഈ പോട്ട് എന്തായാലും നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ റീപോർട്ട് ചെയ്യണ നേരത്ത് നമുക്കത് പ്രൂൺ ചെയ്തിട്ട് വിടാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പ്രൂണിങ് നിർത്താം. ഇനി നമുക്ക് വേറൊരു ചെടി ഇത് നമ്മൾ വലിയൊരു മദർ പ്ലാന്റാണ്. ഇത് റീപോർട്ട് ചെയ്യാനായിട്ടുണ്ട്. കുറച്ച് കാലം അതിൻ്റെ റീപോർട്ട് ചെയ്തിട്ട് ഒരു 3 വർഷത്തോളം അതിൻ്റെ റീപോർട്ട് ചെയ്തിട്ട് എൻ്റെ ചട്ടിയൊക്കെ പൊട്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും റീപോർട്ട് ചെയ്യണം. ഒരു മാസം കഴിഞ്ഞ് നമുക്ക് പ്രൂണിങ് കഴിഞ്ഞ് ഇത് മുള വന്നു കഴിഞ്ഞാൽ നമുക്ക് റീപോർട്ട് ചെയ്യണം. കുറച്ച് ബ്രാഞ്ച് ഇത് ഹാർഡ് പ്രൂണിങ് ചെയ്യണോ എന്നുള്ളതാണ് ഞാനങ്ങനെ ആലോചിക്കുന്നത്. ഇന്ന് വേറൊരു ഗ്രാഫ്റ്റ് ചെയ്ത സംഭവമാണ് ഇത് നല്ല മൾട്ടിബിറ്റിൽ തന്നെയാണ് ഗ്രാഫ്റ്റ്. ഇതൊരു വൈറ്റ് പിങ്ക് കോർണർ ഷെയ്ഡിലുള്ളൊരു മൾട്ടിബിറ്റിലാണ്. ഇത് നല്ല സൂപ്പർ ഗ്രാഫ്റ്റ് ചെയ്ത് പെട്ടെന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ടായി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചൊരു തരം ഗ്രാഫ്റ്റിംഗ് ആണ് ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ബ്രാഞ്ച് കംപ്ലീറ്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്താണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൂണിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയൊരു ഡാമേജ് ഉണ്ട് കഴിഞ്ഞ വർഷം തൊട്ടിട്ട് തന്നെ. കഴിഞ്ഞ വർഷം മഞ്ഞ് വീണതാണ്, ചെറിയ ഡാമേജ്. എന്നാലും ബ്രാഞ്ച് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ബ്രാഞ്ച് ഇങ്ങനെ നിർത്താൻ നമുക്ക് ഈ ഗ്രാഫ്റ്റ് ചെയ്ത് ഈ സംഭവം നമുക്ക് അതേപോലെ നിർത്താം. നമുക്കതിൽ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് ഫംഗിസൈഡ് കൊടുക്കുക.
ഓവർ വെയിറ്റ് ആവുന്നു. നമുക്കിതിൽ വെച്ച് കട്ട് ചെയ്യാം. ഓൾറെഡി ബ്രാഞ്ച് ലേശം വീക്കാണ്. നമുക്ക് പുതിയ ബ്രാഞ്ച് വരുന്നവരെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. നമുക്കിതിന് വളങ്ങളൊക്കെ കൊടുക്കണം. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ഇപ്പോൾ ഇത്രയും ഈ 4 പ്ലാന്റുകൾ നമുക്ക് കുറച്ച് പ്രൂൺ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഞാൻ വളങ്ങൾ കൊടുക്കുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിനുള്ള ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തു തരാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിതുപോലെ ഈ സമയത്ത് ഈ ജനുവരി ലാസ്റ്റിലേക്ക് ആകുമ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരടുത്ത നെക്സ്റ്റ് 2-ാം മാസം ആകുമ്പോഴേക്കും നമുക്കിരുന്ന് പുതിയൊരു ബ്രാഞ്ചുകളൊക്കെ വന്ന് നല്ല ഫ്ലവറിങ് ഉണ്ടാവും. അപ്പോൾ തന്നെ പ്രൂൺ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കോഡക്സും ഇതിന് വലുതായിക്കൊണ്ടിരിക്കും. ഇതിൻ്റെയൊക്കെ കോഡക്സ് ചെറുതാണ്, കണ്ടില്ലേ? ഇതൊക്കെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്, എന്നാലും കോഡക്സ് ചെറുതാണ്. എന്നാലും കോഡക്സ് വലുതായിക്കൊണ്ടിരിക്കും. എല്ലാവരും അതുപോലെ തന്നെ ഇത് നമുക്ക് ഇതൊരു എൻ്റെ കണക്കൂട്ടിൽ ഈ കണ്ടത് ഇത് ആകെ 3 പ്രാവശ്യമാണ് ഞാൻ ഈ ചെടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി കോഡക്സാണ്. ഇനി ഇതിൻ്റെ താഴത്തേക്ക് അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത്തവണ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ കോഡക്സും കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു കൂടി സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.